ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ കേരളക്കര മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു വിഷയം, വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം. ആത്മഹത്യ ചെയ്യാൻ പ്ലാനിരുന്ന കുടുംബം എന്നാണ് ഇപ്പോൾ വന്ന വാർത്തയെ പറയുന്നത്. അപ്പോൾ അത് കൂട്ടക്കൊലപാതകത്തിലേക്ക് ഒരു പയ്യൻ, 23 വയസ്സുള്ള ഒരു പയ്യൻ. അപ്പോൾ ആരെയൊക്കെയാണ് കൊന്നത് അവൻ? അമ്മ, അനിയൻ, കാമുകി, അമ്മൂമ്മ, അവൻ്റെ വാപ്പയുടെ സഹോദരൻ, സഹോദരൻ്റെ ഭാര്യ, അങ്ങനെ 6 പേരെ വെട്ടി. അതിൽ അവൻ്റെ ഉമ്മ മാത്രം ജീവനോടെ ഇപ്പോൾ ഉണ്ട്. വളരെ കൂളായിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഇതേപോലെ 6 പേരെ വെട്ടി, 3 പേര് മരിച്ചു, 3 പേര് ഇപ്പം മരിക്കും, നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറയുമ്പോൾ അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഇപ്പം ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും നമ്മളിങ്ങനെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റിയുള്ള വീഡിയോകളൊന്നും അങ്ങനെ ചിന്തിക്കാത്തതൊക്കെയാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും, ഇങ്ങനെ കുറേ ദിവസം കിടക്കും. പക്ഷേ ഈ ഒരു കാര്യം 2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് പണിക്ക് പോയപ്പോൾ അവിടെ ചർച്ച ഇത് തന്നെയാണ് വിഷയം. എന്നാലും അത് ചെയ്തല്ല, സ്വന്തം അനിയനെ, അമ്മയെ ഇങ്ങനെയൊക്കെ കൊന്നല്ലോ, കഞ്ചാവാണ്, മയക്കുമരുന്നാണ്, MDMA ആണ്, കല്ലാണ്, പുല്ലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയപ്പോഴും അവിടെയും അണ്ണന്മാരെല്ലാം ഇത് തന്നെയാണ് ചർച്ച. അപ്പോൾ എല്ലാവർക്കും പലതരം കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും ആലോചിക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ മനസ്സാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവം. അതാണ് ഈ വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം. വളരെ സൗമ്യനായ 23 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന പയ്യൻ. നാട്ടുകാർക്കൊന്നും അവനെ പറ്റി പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ല. ഒരു മദ്യപാനിയാണെന്നോ ഒരു തോന്നിവാസിയാണെന്നോ ഒന്നും ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത നല്ലൊരു പയ്യൻ. ഇപ്പോൾ 23-ാമത്തെ വയസ്സിൽ തന്നെ ഏകദേശം 10-25 ലക്ഷം രൂപയുടെ കടം. ഇന്നിപ്പം 70 ലക്ഷം രൂപയുടെ കടം എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഉമ്മയ്ക്ക് 65 ലക്ഷം രൂപ കടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കടബാധ്യത തീർക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ബന്ധുക്കളെല്ലാം അങ്ങ് കൊന്നു. അവരടുത്തൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് എന്താണ് കാര്യം എന്നറിയില്ല. അവരെയൊക്കെ അങ്ങ് കൊന്നിട്ട് ഇവനും ചാവാൻ വേണ്ടി എലിവിഷം കഴിച്ചു. പക്ഷേ ഇവൻ ചത്തില്ല. എങ്കിൽ പിന്നെ ഇവന് മാത്രം ഇത്തുപോലും കുറച്ച് വിഷം ചെന്ന് ഇവൻ മാത്രം ചത്താൽ പോരായിരുന്നു എന്നുള്ളതാണ് കുറേ പേരുടെ ചോദ്യം. എൻ്റെയും ചോദ്യം അത് തന്നെയാണ്. ഇത്രയും പേരെ കൊല്ലാൻ വേണ്ടി ഇവൻ എങ്ങനെ ആ ഒരു ധൈര്യം വന്നു? ചിലപ്പോൾ മനസ്സിൻ്റെ അപ്പോഴത്തെ ആ ഒരു സമയത്തുള്ള പിടിവിട്ട് പോയതായിരിക്കും. ഇനി വല്ല ലഹരിയുടെ അടിമയാണെന്ന് കുറേ പേര് അങ്ങനെ ഇപ്പോൾ വാർത്തയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലഹരിക്ക് അടിമയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ കണ്ട കുറേ വാർത്തകളും കാര്യങ്ങളൊക്കെ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അവൻ്റെ വാപ്പയെ പറ്റി, അഫാൻ്റെ വാപ്പയെ പറ്റി പറഞ്ഞത് 75 ലക്ഷം രൂപയുടെ കടമുണ്ട്. 75 ലക്ഷം രൂപയുടെ കടം തീർക്കാൻ വേണ്ടി പുള്ളി 7-8 വർഷമായിട്ട് ദമാമിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് നാട്ടിലോട്ടും വരാൻ പറ്റില്ല. ഈ കടബാധ്യത ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നാട്ടിലോട്ടും വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ അവൻ്റെ വാപ്പ ഇരിക്കുന്നു. ഇവിടെ ഇത്രയും ലക്ഷങ്ങളെ കടം ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു 23 വയസ്സുള്ള പയ്യൻ ഇതിന് മാത്രം പൈസകൾ വാരി കൊടുക്കുക, ഇത് യാവന്മാരാണ് ഇരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഒരു 10,000 രൂപ 2,000 രൂപ ചോദിച്ചാൽ പോലും ഒരുത്തരും കടം തരില്ലേ? അവനൊക്കെ 23 ഇത്രയും ലക്ഷങ്ങളെ കടം എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ കൊടുത്തവന്മാരെയും പിടിച്ചകത്തിടേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അതിൽ. ഈ പുള്ളിയുടെ ഈ അഫാൻ്റെ ഈ പയ്യൻ്റെ വാപ്പയെ സഹായിക്കാമെന്ന് സഹോദരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ അഭിമാനിയായ ഇവൻ്റെ വാപ്പ ഗൾഫിലോട്ട് ഒളിച്ചോടി എന്നാണ് പറയുന്നത്. ഒളിച്ചോടി എന്നൊക്കെ കുറേ വാർത്തകളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനിയുണ്ട് വാർത്ത. സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിക്കാത്തതിന് കാമുകിയെയും അനിയനെയും. ഇതിൽ ഏറ്റവും വിഷമമുണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാമുകിയെയും അനിയനെയും. അപ്പോൾ ഇവനെ വിശ്വസിച്ച് ഇത്രയും ദിവസം യവൻ്റെ കൂടെ ഒരു സ്വപ്നം കണ്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന സ്വപ്നം കണ്ട് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയെ വിളിച്ച് വരുത്തി കൊന്നു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവൻ പറഞ്ഞത്, ഞങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒറ്റയ്ക്കായി പോകില്ലേ എന്ന്. എന്ത് ന്യായീകരണമാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അവ അങ്ങ് ചത്തിട്ട് അവൾ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഇത് അങ്ങനെയല്ല, അവരെല്ലാം കൊന്നിട്ട് അങ്ങ് എന്ത് മൈൻഡാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ അവൻ്റെ അനിയൻ. അപ്പോൾ നമുക്കുണ്ട് അനിയന്മാർ, എല്ലാവർക്കും ഉണ്ട് സഹോദരങ്ങൾ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെല്ലാം അങ്ങോട്ട് അടിച്ചും പിരിഞ്ഞും ആ ഒരു രീതിയിൽ നടക്കുകയാണ്. ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരു നാട്ടുകാരിയൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അവരെ കണ്ണ് നിറഞ്ഞു പോകുന്ന വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു കൊച്ചു പയ്യൻ. അപ്പോൾ അത് എങ്ങനെ അത് തലയ്ക്കടിച്ച് അതിക്രൂരമായിട്ട് എനിക്ക് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ആ ഒരു ചിന്തയിൽ കിടക്കുക. എൻ്റെ മാത്രമല്ല, ഈ വിഷയം സംസാരിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ആ അനിയൻ പയ്യനെ. അങ്ങ് ചത്തെങ്കിൽ പോലും ആർക്കും ഒരു വിഷമമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ആ അനിയൻ ചെറുക്കനെ വാക്കുകളില്ല. അതൊക്കെയാണ് കാര്യം. ഇന്നിപ്പോൾ 70 ലക്ഷം രൂപയുടെ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. വേറൊരു പുള്ളി പറഞ്ഞതാണ്, എന്നും പള്ളിയിൽ പോയി നിസ്കരിക്കും, എല്ലാ നോമ്പും മുടങ്ങാതെ പിടിക്കും, എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു അവൻ, എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അപ്പോൾ ഇങ്ങനെ സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു പുള്ളി എങ്ങനെ ഇത്ര ക്രൂരനായിട്ട് മാറി? ഇപ്പോൾ ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗിക്കുന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു
വ്യക്തമായിട്ടുള്ള മറുപടി ഒരു ചാനലും ഞാൻ കണ്ടില്ല. കുറേ വാർത്താ ചാനലൊക്കെ കണ്ടു. പക്ഷേ ഒരു ചാനലും ഇപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പിച്ച് ആരും പറയുന്നില്ല. അപ്പോൾ അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ കൈവിട്ട് പോയതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉമ്മ അടക്കം പ്ലാൻ ചെയ്തിരുന്നു. ഉമ്മയും മക്കളായിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് കുറച്ചിപ്പം നിങ്ങൾ വാർത്ത കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പോയെങ്കിലും ഇത് വലിയൊരു വിഷമമായിട്ട് തീരില്ല. ഇങ്ങനെ ചാവാതെ കിടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു വിഷമേ ഉള്ളൂ. എവനും കൂടെ അങ്ങ് ചത്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആരെങ്കിലും കൊല്ലണം അടിച്ച്, ഇനി അതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വാപ്പയ്ക്കും തിരിച്ചിങ്ങി നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. കാര്യം ഒരുപാട് പലിശ ഈ പൈസയുടെ കടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരാൻ പറ്റാതെയൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ കിടക്കുകയാണ്. അതുപോലെ പോലീസിൽ പോയപ്പോൾ കൂട്ടുകാരൻ്റെ ബൈക്കിൽ പോയിട്ട്, മച്ചാനെ ഞാനൊരു 6 പേരെ തട്ടിയിട്ടുണ്ട്, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. അപ്പോൾ ഇത്ര കൂളായിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്ല മയക്ക് മരുന്ന് അടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുക. അത് എന്താണെന്ന് ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കേസെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് അനുസരിച്ച് 6 60 പേരെ കൊന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറച്ച് ദിവസം ഭയങ്കര വാർത്തയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നേരെ കോടതി വഴി ജയിലിൽ പോയി കിടക്കാം. സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ചാവണത് വരെ അവിടെ കിടക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇപ്പോൾ പോലീസുകാർക്കെന്ന് പറഞ്ഞാൽ പൊതുവിൽ ഈ പോലീസുകാരോടുള്ള ഒരു പേടി ഈ ലഹരി മാഫിയ അവർക്കെല്ലാം ആ ഒരു ഇതങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വളരുന്നത്. പോലീസിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അവന്മാരെ വല്ല പോലീസുകാരന്മാരെ വല്ല പെറ്റിയടിക്കാനും വല്ല ഹെൽമെറ്റ് ഇല്ലാത്തവനെ എറിഞ്ഞുകൾ ഇടാനും അങ്ങനെയുള്ള ഈ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള ചീള് പരിപാടിക്കൊക്കെയാണ് പോലീസിനെ ഇപ്പോൾ കേരളത്തിൽ സത്യം പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അവരെ ശരിക്കുള്ള ജോലി ചെയ്യാൻ അനുവദിച്ചാൽ തന്നെ കേരളത്തിൻ്റെ ലഹരി മാഫിയയുടെ ഒരു വലിയൊരു ശതമാനം ഇവിടെ കുറയ്ക്കാനും പറ്റും, നല്ല നിയന്ത്രിക്കാൻ പറ്റും. രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ പോലീസുകാരെ ഒരു പാവയെ പോലെ വെച്ച് കളിപ്പിച്ച് അവരുടെ ലാഭത്തിന് വേണ്ടി പോലീസുകളെ ഗുണ്ടകളാക്കി ഉപയോഗിക്കുന്നതേ പറ്റും. രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളായിട്ട് ഈ പോലീസിനെ ഉപയോഗിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ. സത്യം എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയണ ആളല്ല, പക്ഷേ 2 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്, അത്രേ ഉള്ളൂ. എന്ത് പറയാല്ലേ. ഇപ്പം നമുക്കായിരുന്നാലും ശരിയാണ്, കട ഉണ്ടാക്കാനൊക്കെ ഇപ്പം എനിക്കുണ്ട്, കുറേ കടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരെയും കൊന്നിട്ട് ഞാനും വല്ല വിഷമടിച്ച് ചാവാൻ നോക്കും, അങ്ങനെയൊന്നുമല്ല. കട ഉണ്ടാക്കി നമ്മളത് തീക്കണം. ഇപ്പോൾ തീന്നില്ല, ചിലപ്പോൾ പതുക്കെ തീരുള്ളായിരിക്കും, പതുക്കെ തീക്കണം. അതിന് കരുതി ഇല്ലെങ്കിൽ ഞാൻ വല്ല വിഷമടിച്ചങ്ങ് ചത്തുപോകണം. അത് കഴിഞ്ഞ് നമുക്ക് സ്നേഹിക്കുന്നവരെ ചുറ്റുമുള്ളവരെയൊക്കെ കൊന്നിട്ട് പോകുന്നത്, അതൊന്നും എന്ത് പറഞ്ഞാലും അതിലൊരു ന്യായീകരണം ഇല്ല. അപ്പോൾ എനിക്ക് കുറേ എന്തൊക്കെ പറയണമെന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ എനിക്ക് എന്തൊക്കെ പ്രതികരിക്കണമെന്നുണ്ട്. തോന്നിയ കാര്യങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അത്രയ്ക്ക് വിഷമമുണ്ട്. ആ ഒരു അനിയൻ പയ്യനെയും ഉമ്മയൊക്കെ കൊന്ന ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ സത്യം ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ കുറേ പേർക്ക്, എനിക്ക് മാത്രമല്ല, എൻ്റെ അടുത്ത് സംസാരിച്ച കുറേ പേരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഷെയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം പോലെ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഒരു വീഡിയോ എടുത്ത് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കാണണമെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.